അധ്യായം 22 വാക്യം. നിങ്ങൾ ആ ഒരു വാക്യം ശ്രദ്ധിക്കണം. വിശ്വാസത്താൽ മോശ താൻ വളർന്നപ്പോൾ പാപത്തിന്റെ തൽക്കാല ഭോഗങ്ങൾ വേണ്ടെന്ന് വെച്ചു ദൈവജനത്തോട് കഷ്ടം അനുഭവിപ്പാൻ അവനെ ഒന്ന് ശ്രദ്ധിക്കണം. ഇനി വായിച്ചോണ്ടിരിക്കല്ലേ. മോശ വളർന്നല്ലേ? ഹലോ, മോശ വളർന്നു. നമ്മൾ വളർന്നില്ലേ? വളർന്നു. നമുക്ക് ഈ ഹോൾ പണിയുന്നതിന് മുമ്പ് ഉണ്ടായിരുന്ന ഹോൾ ഓർമ്മയുള്ള എത്ര പേരുണ്ട്? ഒരപ്പച്ചൻ അവിടെ ഉണ്ട്, ഇവിടെ ഉണ്ടല്ലോ. ഇത്രയും മനോഹരമായ ഹോളായിരുന്നു അച്ഛാ? ഇത്രയും മനോഹരമായ ഹോളായിരുന്നോ? നമുക്കല്ലല്ലോ. അല്ല. അവിടെ ശ്രദ്ധിച്ചേ, നമ്മൾ ഒത്തിരി വളർന്നല്ലേ? ഇന്നിപ്പോൾ 2 ക്യാമറയിൽ പിടിച്ചുകൊണ്ടിരിക്കുക. നമ്മൾ ഒത്തിരി വളർന്നില്ലേ? നിങ്ങൾ സഹകരിക്കുന്നില്ലോ. നമ്മൾ ഒത്തിരി വളർന്നില്ലേ? പണ്ട് പ്രസംഗിക്കുന്ന പിടിക്കാൻ ക്യാമറ വല്ലതും ഉണ്ടായിരുന്നോ? പ്രൈസലോ. ഇടാൻ ഒരു ജോഡി ഡ്രസ്സൊക്കെ അല്ല ഉള്ളായിരുന്നു. ഇപ്പം ഈ പ്രാവശ്യം വെള്ളം കയറി പോയില്ലായിരുന്നെങ്കിൽ എത്ര ജോഡിയായിരുന്നു? ഇവിടെ പൊങ്ങിയില്ല, ഞങ്ങളുടെ റാന്നിയിലേ പൊങ്ങിയുള്ളൂ അല്ലേ? നമ്മൾ ഒത്തിരി വളർന്നില്ലേ? പണ്ട് 7ാം ക്ലാസ് പഠിച്ചുമ്പോൾ സാറുമാരായവരൊക്കെയാണ് നമ്മുടെ ഇടയിൽ ഉണ്ടായിരുന്നത്. ഇന്നിപ്പോൾ നമ്മുടെ ഇടയിലെ സാറുമാരെല്ലാം ഭയങ്കര AA, MA ഒക്കെ അല്ലേ? നമ്മൾ ഒത്തിരി വളർന്നില്ലേ? മോശ വളർന്നു കേട്ടോ. മോശ വളർന്നെന്ന് പറഞ്ഞാൽ അന്നത്തെ ലോകത്തിന്റെ സാമ്രാജ്യത്തിന്റെ അധിപനായിട്ടാണ് വളർന്നേ. അന്ന് ഈജിപ്ത് എന്ന് പറഞ്ഞാൽ ബാബിലോണിയ സാമ്രാജ്യം ഉണ്ടാകും മുമ്പ് ഉണ്ടായിരുന്ന ലോകത്തിലെ സാമ്രാജ്യ. ഒന്ന് സഹകരിക്കണേ. സാമ്രാജ്യത്തിന്റെ അധിപനായിട്ട് താൻ വളരുക. സകല കായിക അഭ്യാസത്തിനും താൻ വളർന്നു, സകല വിദ്യാഭ്യാസത്തിലും വളർന്നു. സൗന്ദര്യം നിങ്ങൾക്ക് മനസ്സിലായോ? ജനിച്ചത് തന്നെ ഭയങ്കര സുന്ദരനായിട്ടാ. വളർന്നപ്പോ എന്നെ സൗന്ദര്യമായിരിക്കും. മോശ ഇങ്ങനെ ബ്യൂട്ടി പാർലറിൽ പോയി ഫേസ് ചെയ്ത് സൗന്ദര്യമായതാണോ? ഒന്നും മിണ്ടുന്നില്ല. ആണോ? അല്ല. ഇടയ്ക്ക് മുഖമെല്ലാം പുട്ടിയിട്ട് സൗന്ദര്യമാക്കിയാണോ? ഒന്നും മിണ്ടുന്നില്ല. പയറുപൊടി വാരിത്തേച്ച് സൗന്ദര്യമായതാണോ? അല്ല. ഡൈ ചെയ്ത് സൗന്ദര്യമാണോ? അയ്യോ, അവൻ ജനിച്ചത് സുന്ദരനായിട്ടല്ലേ? നിങ്ങൾ മിണ്ടുന്നില്ല. അവന്റെ ആരോഗ്യം മനസ്സിലായോ? ഒരടിക്ക് ഒരാളെ കൊന്നിട്ട് തന്നെത്താൻ കുഴിച്ചിടാനുള്ള ആരോഗ്യ. നിങ്ങൾ മിണ്ടുന്നില്ല. അല്ലേലും ഷുഗറും പ്രഷറും കൂടി ഒരു ക്ഷീണിച്ച മനുഷ്യനല്ല. 120ാമത്തെ വയസ്സിൽ കണ്ണാടി വെച്ചിട്ടില്ലായിരുന്നു. ഇവിടെ 40, ഇവിടെ 16 കണ്ണാടി വെച്ചേക്ക പോട്ടെ. ഇവിടെ 120 വയസ്സേ ആ മനുഷ്യന് കണ്ണിന്റെ കാഴ്ച പോയില്ല, കായബലം കുറഞ്ഞില്ല. പ്രൈസ് ദി ലോർഡ്. ആ മനുഷ്യൻ വളർന്നു കേട്ടോ. എങ്ങനെ വളർന്നു? വിശ്വാസത്തിൽ വളർന്നു. സ്വത്രം പറയണം. നമ്മൾ വിശ്വാസത്തിൽ ആ കൃപ വന്നത്. പക്ഷെ വിശ്വാസത്തിൽ വളർന്നെങ്കിൽ ലോകത്തിന്റെ താൽക്കാലിക ഭോഗങ്ങൾ വേണ്ടെന്ന് വച്ചേനെ. നിങ്ങൾ മിണ്ടുന്നില്ല. മോശ വളർന്നപ്പോൾ അവന് മനസ്സിലായി, എനിക്ക് ഫറവോന്റെ കൊട്ടാരവും വേണ്ട, അവന്റെ പുത്രിയുടെ മോനെന്നുള്ള പേരും വേണ്ട, ഇവിടുത്തെ ഒന്നും വേണ്ട. എനിക്ക് എന്റെ ക്രിസ്തുവിന്റെ നിന്ന വലിയ ധനമെന്തെന്നാൽ ഈ പകൽ ഏറ്റെടുക്കുന്നവരുണ്ടെങ്കിൽ അവർ ദൈവത്തെ ഒന്ന് ആരാധിക്കണമേ. മോശ താൻ വിശ്വാസത്തിൽ വളർന്നപ്പോൾ ഒന്ന് ശ്രദ്ധിക്കണേ. ഈ അന്നത്തെ രാജാവ് കല്യാണം കഴിച്ചാൽ ആ രാജ്യത്തെ ഏറ്റവും നല്ല സുന്ദരിയായിരിക്കും കല്യാണം കഴിക്കുന്നത്. ആ രാജ്യത്തെ അങ്ങനെയാണ്. മോശയെ നോട്ടമിട്ട് എത്ര സുന്ദരിമാര് കാണും ചിന്തിക്കാനാണേ. അങ്ങനെ ഒരു സുന്ദരിയെ കല്യാണം കഴിച്ച എത്ര വെപ്പാട്ടിമാരെ കിട്ടും? പ്രൈസ് ദി ലോർഡ്. എന്തൊക്കെയാ വേണ്ടെന്ന് വെച്ച് വല്ല മനസ്സിലായോ? ഹലോ, ഒരു രാജാവെന്ന പദവി ലഭിക്കാവുന്ന രാജ്ഞിയെ ഉൾപ്പെടെ, ആ രാജ്ഞിയെ കെട്ടുമ്പോൾ ലഭിക്കാൻ പോകുന്ന വെപ്പാട്ടിമാരെ ഉൾപ്പെടെ തനിക്ക് ലഭിക്കാവുന്ന മുഴുവൻ സുഖങ്ങളും, സ്വത്രം പറയണം,
നീ താൽക്കാലിക സുഖങ്ങൾക്ക് വേണ്ടി കൃപ വിറ്റ് അല്ലെങ്കിൽ വിശ്വാസം ചോർത്തി പലപ്പോഴും അനുഭവങ്ങളിൽ തകർന്നിരിക്കുമ്പോൾ സ്വർഗം എന്ന പകൽക്കാലം പറയുകയാണ്, മോശ താൻ വിശ്വാസത്തിൽ വളർന്നു. ഈ 21 ദിന തിരക്കുള്ള ദൈവദാസം വെച്ചേക്കുന്നത് അല്ലെങ്കിൽ ജോലി കിട്ടാനല്ല, കൊച്ചിനെ കെട്ടിക്കാനല്ല, വീട് വെക്കാനല്ല, കടം മാറാനല്ല. എന്റെ കൂട്ടുവിശ്വാസികൾ വല്ല വിധേനയും വിശ്വാസത്തിലൊന്ന് വളരണം. കൊതിയുള്ളവരുണ്ടെങ്കിൽ കരമടിച്ച് ഈ ദൈവത്തെ സ്തുതിക്കട്ടെ. മറ്റെന്തിനേക്കാൾ വിശ്വാസത്തിൽ വളരുവാൻ ഏറ്റെടുക്കുന്നവർ മാത്രമേ ദൈവത്തെ ആരാധിക്കാവൂ. ഇന്ന് രാവിലെ ദൈവത്തിന്റെ പൈതലെ, മറ്റെന്തിനേക്കാൾ എനിക്ക് വിശ്വാസത്തിലൊന്ന് വളരുവാൻ. അന്ന് ടെക്നോളജി ഇല്ലേ മക്കളെ? മോശയുടെ കാലത്ത് ടെക്നോളജി ഉണ്ടോ? ഇല്ലേ? 3500 വർഷം കഴിഞ്ഞിട്ട് ശവം അഴുകാതെ വെക്കാവുന്ന പിരമിഡ് ഉണ്ടാക്കാവുന്ന പഠിച്ചോനവൻ. നമ്മുടെ ശവം ഒരാഴ്ച കഴിയുമ്പോൾ മോർച്ചറിൽ എടുത്തുകൊണ്ട് അടക്കില്ല, സംഗതി സാധനം പോകത്തില്ലേച്ചാ. നിങ്ങൾ മിണ്ടുന്നില്ല. ഈ 10,000-4000 വർഷമായിട്ട് അവന്റെ ബോഡി ദ്രവിക്കാതിരിക്കുകയല്ലേ? എന്നോ ടെക്നോളജി ആച്ചാ. മിണ്ടുന്നില്ല. ടെക്നോളജി കുറഞ്ഞുകൊണ്ടല്ല ദൈവമക്കളെ അവൻ കഷ്ടം തെരഞ്ഞെടുത്തത്. മനസ്സിലാകുന്നുണ്ടോ? ലോകം കണ്ട അത്ഭുതങ്ങൾ ഒന്നാം മിസ്രൈമിലെ പിരമിഡുകൾ. അത് അത്രയും ടെക്നോളജി ഉണ്ടായിട്ട് അതൊക്കെ വിട്ടിട്ട് അവൻ ഇറങ്ങാൻ കാരണം അവൻ ഒന്നിനെ കണ്ടു. ഇന്ന് പകൽ എത്ര പേര് ഈ ഉപവാസിരിക്കുമ്പോൾ, കർത്താവേ, മറ്റ് ലോകത്തിന്റെ സകലത്തേക്കാൾ എന്റെ ക്രിസ്തുവിനോട് കൂടെയുള്ള നിന്ന വലിയ ധനമെന്നെ കൊണ്ട് കർത്താവിനെ അനുഗമിക്കാൻ അകത്തളങ്ങളിൽ തീരുമാനമുള്ളവരുണ്ടെങ്കിൽ അവരൊന്ന് പ്രതികരിച്ച് മറ്റെന്തിനേക്കാൾ എനിക്ക് എന്റെ ക്രിസ്തുവിന്റെ നിന്ന വലിയ ധനമെന്ന്. ഓ റബല മനഗ ശബ്ദരാധരാധന ഋഗമനവരവ ശൈലരേധരാജന. ഒരു മിനിറ്റ് ഒന്ന് ശ്രദ്ധിക്കണേ. മോശ കഴിച്ച ആഹാരമെല്ലാം റോയൽ ഫുഡല്ലേ? ആണോ? റോയൽ ഫുഡ് എന്ന് പറഞ്ഞാൽ എന്തോ അറിയാം? 3 മാസം മുതൽ 40 വയസ്സ് വരെ കഴിച്ചത് മുഴുവൻ റോയൽ ഫുഡാ അല്ലേ? ആ പുള്ളിക്കാരൻ 40ാമത്തെ വയസ്സ് അങ്ങോട്ട് പോയി വെച്ച് ഇത്രോയുടെ വീടിന്റെ മുറ്റത്ത് തറയെ കുഴിച്ച കുഴിക്കകത്ത് വട്ടയില എടുത്ത് വെച്ചിട്ട് അതിനകത്ത് കഞ്ഞി വിളമ്പി ഇത്രോടെ പിള്ളേർ കൊടുത്തപ്പം ഇപ്പം നമ്മുടെ ദേവദാസ് ഇത് നിലത്തോട്ടിരുന്ന് വെച്ച് ഈ കുഴിക്കകത്തുനിന്ന് കഞ്ഞി കോരി കുടിക്കാന്ന് പറഞ്ഞ് നടക്കുവച്ചാ? ആരാ? ഇന്നലെ കൊട്ടാരത്തിലെ റോയൽ ഫുഡ് അടിച്ച പുള്ളി. നിങ്ങൾ മിണ്ടുന്നില്ല. അല്ല, നമ്മൾ അങ്ങനത്തെ കഴിച്ചിട്ട് വന്ന് ഇന്ന് നല്ല ആഹാരം കഴിക്കുന്നവരായി. നമ്മുടെ സ്ഥിതിയെല്ലാം ദൈവം മാറ്റിയില്ലേ? നമ്മൾ നേരത്തെ അങ്ങനെയൊക്കെ കഴിച്ചിട്ട് കയറി പടിപടിയായിട്ട് വന്ന് പഴുകഞ്ഞി മാറി ചോറായി, ചോറ് മാറി ഫ്രൈഡ് റൈസായി, ഇപ്പം നമുക്ക് KFC ആയി. നിങ്ങൾ മിണ്ടുന്നില്ല. ഇത് KFC കഴിച്ചോ നേരെ പോയി കുഴിന്ന് കഞ്ഞി കുടിക്കുന്ന എന്തോ ഇടപാടാ? സുഖമില്ലാഴിയാണോ? മിണ്ടുന്നില്ല. മനസ്സിൽ ചിക്കിങ് അടിച്ച പുള്ളി നേരെ പോയി കുഴിന്ന് കഞ്ഞി കുടിക്കുന്ന സ്ഥിതി വന്നാൽ അത് സുഖമില്ലാഴിയാണോ? ഒന്ന് സഹകരിക്കണേ. നിനക്ക് മനസ്സിലാകുന്നുണ്ടോ? ഹല്ലേലൂയ. ഒന്ന് മിണ്ടാൻ ആരെങ്കിലും ഉണ്ടോ? ഒരു പ്രൈസോട് പറയാൻ ആരെങ്കിലും ഉണ്ടോ? ധൈര്യമായിട്ടിരിക്കും മോശേ, ദൈവത്തെ നോക്കി ഇറങ്ങിയല്ലേ, ദൈവം മാനിച്ചോളും, ഇന്നല്ലേ നാളെ സ്ഥിതി മാറും എന്ന് പറയാൻ ആരെങ്കിലും ഉണ്ടോ? ആരുമില്ല. കുറെ ആളുണ്ട്. ഹലോ, ആരും മിണ്ടാതായി സംസാരശേഷി അങ്ങ് പോയി. പ്രൈസ് ദി ലോർഡ്. വർത്താനം പറയാൻ നാക്കിന് കനം കൂടി. നമ്മുടെ യോഗത്തിൽ വേണ്ട സ്വോത്രം പറയായിരുന്ന കനം കൂടിയ കാര്യമല്ല. സ്വോത്രം പറഞ്ഞില്ല. ഇവിടെ യോഗത്തിന് വന്നപ്പം ഭയങ്കര ഹല്ലേലൂയായിരുന്നു. ഇപ്പൊ അതെല്ലാം പോയി തടിച്ചിരിക്കുകയല്ലേ. അതല്ല ഞാൻ പറഞ്ഞത്. ഇവൻ കൊട്ടാരത്തിൽ നിന്ന് നേരെ പോയി ഒരു മനുഷ്യന്റെ ആർനേറ്റിറ്റ മരുഭൂമി, ഉറവയില്ലാത്ത, വെള്ളമില്ലാത്ത, ചൂടുകാറ്റുള്ള, ഹല്ലേലൂയ, അഗ്നിസർപ്പങ്ങളുള്ള മരുഭൂമിയിൽ 1-2 വർഷമല്ല കേട്ടോ, എത്ര വർഷം റോയൽ ഫുഡ് അടിച്ചോ അത്രയും വർഷം മരുഭൂമിയിൽ.
ഓ, ഞാൻ ദൈവത്തെ സ്തുതിക്കുക. ഒരാഴ്ചത്തെ സോക്കേട് വന്ന കാര്യമല്ല, രണ്ടാഴ്ചത്തെ ചിക്കൻ പോക്സ് വന്ന കാര്യമല്ല, മൂന്നാഴ്ചത്തെ H1N1 വന്ന കാര്യമല്ല. നിനക്കറിയാമോ, ഒരു നിപ വന്ന കേസല്ല, ഒരു ഓഗി അടിച്ച വിഷയമല്ല, ഒരു ജലപ്രളയം ഉണ്ടായതല്ല. സ്വയമായി 40 വർഷം. ഓ മോശേ, നീ എന്തിനാ ഇങ്ങനെ ത്യാഗം സഹിക്കുന്നത്? അവൻ പറഞ്ഞു, ഞാൻ മറ്റൊന്ന് കണ്ടിട്ടുണ്ട്. ഹല്ലേലൂയ. ഓ, എത്ര പേർക്ക് പകൽക്കാലം പ്രാർത്ഥനയ്ക്കിരിക്കുമ്പോൾ അകത്തളത്തിൽ വിശ്വാസമുണ്ട്. ലോകം കാണാത്ത ഒന്ന് എന്റെ അന്തരാത്മാവിൽ, എന്റെ വെളിപ്പാടിൽ ഞാൻ കണ്ടിട്ടുണ്ട്. വിശ്വസിക്കുന്നവർ മാത്രം കരമടിച്ച് ഇന്ന് രാവിലെ ദൈവത്തെ ആരാധിക്കട്ടെ. ഈ ലോകം കാണാത്തൊരു ദർശനം പ്രാപിച്ചവന്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നഷ്ടക്കച്ചവടം വല്ലതും വന്നോ? 40 വർഷം കാണിച്ച് ഈ വലിയ അബദ്ധത്തിൽ നഷ്ടക്കച്ചവടം വല്ലതും വന്നോ? റോയൽ ഫുഡ് വിട്ട്, രാജകീയ വസ്ത്രം വിട്ട്, രാജകീയ സുഖം വിട്ട് ഇറങ്ങിയോന്റെ അടുക്കലോട്ട്, അവൻ ദൈവത്തിന്റെ അടുക്കലോട്ട് വരും. ദൈവം അവന്റെ അടുക്കലോട്ട് ഇറങ്ങി വന്നു. നിങ്ങൾ സ്വോത്രം പറഞ്ഞില്ല. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഉപവാസം 2ാമത്തെ പകൽ നിന്റെ തീരുമാനവും സമർപ്പണവും കണ്ടിട്ട് നീ ഇരിക്കുന്നത് സ്വർഗം ഇറങ്ങണം. ഹല്ലേലൂയ. മോശ നോക്കിയപ്പോൾ മുൾപ്പടർപ്പ് കത്തുന്നു, പക്ഷെ മുള്ള് കത്തുന്നില്ല. അപൂർവമായ ഒരു കാഴ്ച. എന്നോട് ദൈവാത്മ പറയുന്നു, വർഷത്തിന്റെ അവസാനത്തിൽ നീ തീരുമാനമുണ്ടെങ്കിൽ അപൂർവമായ ഒരു കാഴ്ച ദൈവം നിന്നെ കാണിക്കാൻ പോകുക.